മഴ തോർന്ന് വെള്ളമിറങ്ങിയിട്ടും മൂവാറ്റുപുഴ ക്ലബ്ബ് പരിസരം ദുരിതത്തിൽ. റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. മൂവാറ്റുപുഴ നഗരസഭ 25-ാം വാർഡിലെ മൂവാറ്റുപുഴ ക്ലബ്ബ് പരിസരത്ത് നിരവധി കുടുംബങ്ങളാണ് ഇപ്പോഴും വെള്ളക്കെട്ടിന്റെ ദുരിതത്തിൽ കഴിയുന്നത്. മഴ കുറഞ്ഞ് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നിട്ടും മൂവാറ്റുപുഴ നഗരസഭ 25-ാം വാർഡിലെ മൂവാറ്റുപുഴ ക്ലബ്ബ് പരിസരത്തെ നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിന്റെ ദുരിതത്തിൽ കഴിയുകയാണ്. പുഴയുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളം കയറിയ ശേഷം തിരികെ പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നത് തടസ്സപ്പെടാൻ കാരണമാകുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഞങ്ങൾ നടക്കണമെങ്കിൽ വെള്ളത്തിൽ സാരിയുമൊക്കെ പൊട്ടിപ്പിടിച്ച് വേണം ഞങ്ങൾക്ക് നടക്കാനായിട്ട്. വലിയ ബുദ്ധിമുട്ടാണ്. തന്നെയല്ല കണ്ട അട്ടയും പുഴുവും അങ്ങനത്തെ സാധനങ്ങളെല്ലാം പാമ്പും എല്ലാം ഉണ്ടാവും. വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിത് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ അനുഭവിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ ഇതിന് തീരുമാനം? കൗൺസിലർക്കും ഇല്ല ഉത്തരം, MLAക്കും ഇല്ല ഉത്തരം, ആർക്കും ഇല്ല. പുഴയിൽ നിന്നുള്ള വെള്ളം പ്രദേശത്തേക്ക് കയറുന്നത് എളുപ്പമാണെങ്കിലും വെള്ളം ഇറങ്ങേണ്ട സമയത്ത് സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നതിനാൽ ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം വെള്ളക്കെട്ട് തുടരുകയാണ്. ഇതുമൂലം പ്രദേശവാസികൾ വീടുകളിൽ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാകുന്നു. അത്യാവശ്യ ചികിത്സയ്ക്കോ മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കോ പോലും വെള്ളത്തിലൂടെ നടന്നാൽ മാത്രമേ പുറത്തേക്കെത്താൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്ന മറ്റൊരു റോഡോ ഇടവഴിയോ ഇല്ലാത്തതിനാൽ മുഴുവൻ യാത്രയും ഈ വെള്ളക്കെട്ടിലൂടെയാണ്. ചുറ്റും സ്വകാര്യ വീടുകൾ മാത്രമായതിനാൽ സുരക്ഷിതമായ മറ്റൊരു മാർഗവും ലഭ്യമല്ല. ഇത് പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ അതീവ ദുഷ്കരമാക്കുന്നുണ്ട്. ഇത് വാർഡ് നിവാസികളുടെ മാത്രം പ്രശ്നമല്ലെന്നും ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ലിങ്ക് റോഡായതിനാൽ നൂറുകണക്കിന് ആളുകൾ ദിവസേന ആശ്രയിക്കുന്ന വഴിയാണ് ഓരോ മഴക്കാലത്തും വെള്ളക്കെട്ടിൽ മുങ്ങുന്നതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇതുവഴി വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ എന്നിവരുൾപ്പെടെ നിരവധി പേർ കടുത്ത ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. പുഴയിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഞങ്ങൾ ഈ വഴിക്ക് വെള്ളം ഇറങ്ങിയപ്പോഴേക്കും 1.5 ആഴ്ച 2 ആഴ്ചയോളം പിടിക്കും. ഇവിടെ ഭയങ്കര വെള്ളക്കെട്ടാണ്. ഒരു വണ്ടി വരാനോ ഒരു രോഗി ഉണ്ടാകാൻ രോഗിയെ കൊണ്ടുപോകാനോ ഒരു നിവൃത്തിയില്ല. വെള്ളം പുഴയിൽ വളരെ ഇരുന്നാലും ഈ വെള്ളം ഇവിടെ കിടക്കുകയാണ്, ആഴ്ചകളോളം കിടക്കുക. 2018 മഹാപ്രളയ സമയത്ത് ഈ പ്രദേശത്ത് വെള്ളം പൂർണ്ണമായും ഒഴിഞ്ഞുപോകാൻ ഏകദേശം 1.5 മാസം എടുത്തതായി പ്രദേശവാസികൾ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് എല്ലാ വർഷവും ഇതേ ദുരിതം ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരത്തിനായുള്ള നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. വർഷങ്ങളായി വിവിധ ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ശ്രദ്ധയിൽ വിഷയം ആവർത്തിച്ചു കൊണ്ടുവന്നിട്ടും ഫലപ്രദമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഇനിയും കാലതാമസം വരുത്താതെ പുഴയിലേക്കുള്ള റിവേഴ്സ് ഫ്ലോ ശാസ്ത്രീയമായി ഉറപ്പാക്കി നിലവിലെ റോഡിന്റെ രൂപകൽപ്പന പുനഃപരിശോധിച്ച് ആവശ്യമായ നവീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഓരോ മഴക്കാലത്തും ആവർത്തിക്കുന്ന ഈ മനുഷ്യദുരിതത്തിന് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട വകുപ്പുകളും നഗരസഭയും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ഏകകണ്ഠമായ ആവശ്യം. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.